US ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർക്കാർ ഷട്ട്ഡൌൺ അവസാനിച്ചു. ജനപ്രതിനിധി സഭ പാസാക്കിയ ധനാനുമതി ബില്ലിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ബില്ലിൽ ഒപ്പുവെക്കുമ്പോഴും ഡെമോക്രാറ്റുകൾക്കെതിരെ കടുത്ത വിമർശനമാണ് ട്രംപ് നടത്തിയത്. ഷട്ട്ഡൌണിലൂടെ ഡെമോക്രാറ്റുകൾ രാജ്യത്തെ കൊള്ളയടിക്കാൻ ശ്രമിച്ചുവെന്നാണ് ട്രംപിന്റെ ആരോപണം. രാഷ്ട്രീയ കാരണങ്ങൾ മാത്രമാണ് ഷട്ട്ഡൌണിന് പിന്നിലെന്നും ട്രംപ് പറഞ്ഞു. 6 ഡെമോക്രാറ്റുകളുടെ പിന്തുണയോടെ US ജനപ്രതിനിധി സഭ പാസാക്കിയ ധനാനുമതി ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചതോടെ 43 ദിവസം നീണ്ട അടച്ചുപൂട്ടലിനാണ് വിരാമമായത്. 43 ദിവസത്തെ അടച്ചുപൂട്ടലിന് ശേഷമാണ് US ഫെഡറൽ സർക്കാരിന്റെ പ്രധാന സേവനങ്ങൾ പുനഃസ്ഥാപിക്കാൻ വഴി തുറന്നത്. സെനറ്റ് അംഗീകരിച്ച ബില്ലാണ് റിപ്പബ്ലിക്കൻ നിയന്ത്രിത ജനപ്രതിനിധി സഭ 209-നെതിരെ 22 വോട്ടുകൾക്ക് പാസാക്കിയത്. 6 ഡെമോക്രാറ്റിക് അംഗങ്ങൾ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഷട്ട്ഡൌൺ സമയത്ത് നടന്ന എല്ലാ പിരിച്ചുവിടലുകളും റദ്ദാക്കുന്നതും ഫെഡറൽ ജീവനക്കാർക്ക് ലഭിക്കാനുണ്ടായിരുന്ന ശമ്പളം ഉറപ്പാക്കുന്നതുമാണ് ധനാനുമതി ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ. തടസ്സപ്പെട്ട ഭക്ഷ്യസഹായം പുനരാരംഭിക്കാനും ലക്ഷക്കണക്കിന് ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളം നൽകാനും എയർ ട്രാഫിക് കൺട്രോൾ സേവനം പുനഃസ്ഥാപിക്കാനും ബില്ലിൽ നിർദ്ദേശമുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡി വിഷയത്തിൽ ഡിസംബർ 2-ാം വാരത്തിൽ വോട്ടെടുപ്പ് നടത്തുമെന്ന ഉറപ്പും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 1-നായിരുന്നു അമേരിക്കയിൽ അടച്ചുപൂട്ടൽ നടപ്പിലാക്കിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കിയത്. അടച്ചുപൂട്ടലിന് ശേഷം അത്യാവശ്യ സർവീസുകൾ മാത്രമാണ് നടന്നത്. സർക്കാർ സേവനങ്ങൾ നിർത്തിവെക്കുന്ന സവിശേഷ സാഹചര്യത്തെയാണ് ഷട്ട്ഡൌൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. 1981-ന് ശേഷം അമേരിക്കയിൽ നിലവിൽ വന്ന 15-ാമത്തെ ഷട്ട്ഡൌൺ ആയിരുന്നു ഇത്.